ആരാ? മിസ്റ്റർ സുകുമാരൻ ഇവിടെ ഇല്ലേ താമസം? അതെ. ഇവിടെ ഇല്ലേ? ഇല്ലല്ലോ. എവിടെ പോയി? ബോംബെ പോയിരിക്കുക. എപ്പോ വരും? ബുധനാഴ്ച വരും. ആര് വന്നു പറയാം? വേണ്ട, ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. എന്റെ പൊന്നെനി, ഞാൻ സത്യം പറയാം, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയോ കേൾക്കോ ചെയ്താൽ പിന്നെ ഇരിക്കപ്രതി ഉണ്ടാവും. നമ്മൾ ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ലോഡ്ജില് ഇത്ര ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് കയറി വരണമെങ്കിൽ ഭാഗത്ത് ചില്ലറക്കാരൊന്നും ആയിരിക്കില്ല. ഒരു ബോബ് ചെയ്ത മുടി, ലിപ്സ്റ്റിക്ക്, ടോപ്പ്, പാന്റ്, പിന്നെ ഒരു ഇംഗ്ലീഷിന്റെ വാടയുള്ള മലയാളം, ഇതൊക്കെയാണ് പാർട്ടിയുടെ ലുക്ക്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ചുറ്റിക്കളി അല്ലെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. ഏതായാലും ഇനി ഇത് എവിടെങ്കിലും കൊണ്ട് എത്തിച്ചിട്ട് തന്നെ കാര്യം. ഇനി അവനെ നമ്മുടെ ഇടയിൽ കിടന്ന് കണ്ണടച്ച് അങ്ങനെ പാല് കുടിക്കണ്ട. പക്ഷെ അതിന് ഇവനെ കണ്ട എങ്ങനെയൊന്നും തോന്നുകയല്ലോ. അവന് ജന്മന അങ്ങനത്തെ ഒരു ലുക്കാ. ആ കോൺഫറൻസ് കഴിഞ്ഞ് വരട്ടെ, വള്ളി പുള്ളി തെറ്റിക്കാതെ സകലവും ഞാൻ ഛർദ്ദിപ്പിച്ചു തരാം. സത്യമായിട്ടും എന്റെ പൊന്നാശന്മാരെ, ഞാൻ മനസാ വാച കർമ്മണ അറിഞ്ഞൊരു കേസല്ല. ഇത് യമൻ അറിയാത്തൊരു മരണമാണ്. എടാ സുമാര, കുട്ടപ്പ, കൂട്ടത്തിൽ കിടക്കുന്നവരാ ഞങ്ങളോട് കള്ളം പറഞ്ഞാല് ദൈവദോഷം ഉണ്ടാവും. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചുകളി? ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാട്ടെ. ഇതൊരുമാതിരി ആടിനെ പിടിച്ച് പട്ടയാക്കുന്ന ഇടപെടാ. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ചുമ്മാ കുഞ്ഞു കളിക്കാതെ സുഖു. വെറുതെയാണോ കാണാൻ കൊള്ളാവുന്ന ഒരു തിരക്ക് നിന്നെ അന്വേഷിച്ച് ലോഡ്ജ് വരുന്നത്? ഞങ്ങളെ നീ വെറും മണ്ടന്മാരാക്കരുത്. ഞങ്ങളും കഞ്ഞിയുടെ വെള്ളം കുടിച്ചാനാ കഴിയുന്നത്. ഓക്കെ, എന്നെ അന്വേഷിച്ചൊരു പെണ്ണ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. ആരെങ്കിലും അങ്ങനെ വന്നു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി വെള്ളം ഇറക്കി നടന്നിട്ടുമുണ്ട്. പക്ഷെ ഇന്നോളം എന്റെ അറിവില് ആരും ചൂണ്ട കുത്തിയിട്ടില്ല. ഇനി ഇത് അഥവാ ചൂണ്ട അറിയാതെ കുത്തിയൊരു കേസാണെങ്കിൽ തന്നെ ആരാണ് എന്താണ് എനിക്കൊരെത്തും പിടി കിട്ടുന്നില്ല. എടാ അവിടെ നിൽക്കാരേ, അപ്പൊ പോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പെൺ വിഷയത്തിൽ മാത്രം സൂ കള്ളം പറയത്തില്ല. അയ്യോടാ ഒരു അരിച്ച പിന്നെ ഇരി നോക്കിയാട്ടെ, ഒരാൾ വായിക്കുന്നതിന്റെ ഇടയിൽ കൂടാണോ നോക്കുന്നത്? നീ എപ്പോഴും എന്തിനാ ഈ പെണ്ണുങ്ങളുടെ കുളിശീലം നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഏയ്, മിസ്റ്റർ സുകുമാരനുണ്ടോ? ഉണ്ടല്ലോ, അകത്തോട്ട് ചെന്നാട്ടെ. വേണ്ട, നിങ്ങൾ ചെന്ന് പറഞ്ഞിട്ട് വരൂ. എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് തോന്നുന്നു. മാഡം പല പ്രാവശ്യമായി നടന്ന് ക്ഷീണിക്കും. ഏയ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. എന്തോ ചെന്ന് പറഞ്ഞിട്ട് വാടൂ. ആരും ഒന്നാണോ പറയേണ്ടത്? ഒരു പെണ്ണാണെന്ന് പറഞ്ഞാ മതി. പെണ്ണാണല്ലേ, പറയാം. ബ്യൂട്ടി സെർവന്റ്. സുഖു, മനുഷ്യനെ പിടിച്ച് പേഷ്കാരാക്കുന്ന ഇടപാടുണ്ടല്ലോ, അതങ്ങ് മനസ്സിൽ വെച്ചേര്. പിന്നാരവൻ ഒന്നും അറിയില്ല. ഞാൻ താൻ അപ്പുറത്തോ നിൽക്കുന്നു. ആശം ചൂടാതെ മര്യാദ കാര്യം പറഞ്ഞാട്ടെ. ഓ, ചൂടാവുന്നില്ലേ ആര്യപുത്ര? അവിടത്തെ കാണുവാനായി അവിടത്തെ പ്രിയതമ വാതായനങ്ങളിൽ അതാ കാത്തു നിൽക്കുന്നു. അങ്ങോട്ട് എഴുന്നള്ളിയാലും. സുഖേ, കുട്ടപ്പാ, നീ ഞങ്ങളെ വഹിക്കായിരുന്നല്ലോടാ മക്കളെ. വഹിക്കൊന്നുമല്ല, സത്യമായിട്ട് എനിക്ക് അതിന്റെ പിന്നെ അറിയത്തില്ല. എടോ പൂച്ച സന്യാസി, മര്യാദ അങ്ങോട്ട് അറിയിച്ചേടാ. ശരി, ഇതൊരു ശല്യമായല്ലോ. അത്ര നിർബന്ധമാണ് പോവാ. അയ്യോ, ഞങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞേച്ചേക്കാം. വേണ്ട, പ്രേമവും കൊണ്ടൊരു പെണ്ണ് കയറി വരുമ്പോ തട്ടിക്കളയുന്ന ശരിയല്ലല്ലോ. ഡാടാ, പെണ്ണുങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാൻ പറ്റിയൊരു ശരീരം. ഈ ഉടുപ്പ് കിട്ടുണ്ടോ? ഷട്ട് ചെയ്ത് വിടണം. എന്നാലും ഇവൻ നമ്മളോട് ഈ കൊലച്ചത് ചെയ്തു ഞാൻ വിചാരിച്ചില്ല. ചേട്ടാ, എടി നീലിമേ, നീയായിരുന്നോ? ഈ ചേട്ടനൊന്ന് കണ്ടുകിട്ടാന്നൊരു പാടേ. 2-3 തവണ ഞാൻ ഇവിടെ വരുന്നു. നീ എന്താ ഒറ്റയ്ക്ക്? ഞാൻ എഴുതിയിരുന്നല്ലോ, എനിക്ക് മെറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി. ഒരാഴ്ചയായി ജോയിൻ ചെയ്തിട്ട്. അയ്യോ, എനിക്ക് കത്ത് കിട്ടിയില്ല. ഡാഡി ഫോൺ ചെയ്തപ്പോ ടൂറിലാണെന്ന് പറഞ്ഞു. ഞാനേ ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ. നീ ഇരിക്കും. എന്റെ ശരീരം അങ്ങോട്ട് തിളച്ച് കയറി വരുന്ന ഞാനേ. ഞാനിവിടുത്തെ സെർവന്റ് ആണത്രേ. സെർവന്റ്, അവളോട് തമ്പുരാട്ടി. ഈ കഴിവോളം എന്റെ ഉലത്തിയെ കാമുകയില്ലായിരുന്നെങ്കിൽ ഞാൻ അവളുടെ ചെപ്പിക്ക് കണക്ക് തീർത്തൊന്ന് കൊടുത്തേനെ. പോട്ടിനി അവക്കുള്ളോട് ചേർത്ത് അവനെ അങ്ങ് പെരുമാറുകളെ. എന്താ വീട്ടിൽ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല,
നീ എന്നെ കാണാൻ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരണ്ട. ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ ഹോസ്റ്റലിൽ കയറി കണ്ടോളാം. ശരി. ചായ വേണോ? വേണ്ട, ഞാൻ പോട്ടെ. ഇടയ്ക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേഷം ഒന്ന് പറയട്ടെ. മിസ്റ്റർ സുഗു, ഐ ഹാവ് എൻ അപ്പോയിന്റ്മെന്റ്. ഞാൻ പുറത്തു പോയിട്ട്. ഇത് മിസ്റ്റർ അനിരുദ്ധൻ, എന്റെ ലോഡ്ജ് മേറ്റ് ആണ്. ഇവിടെ ജോൺസൺസ് ഗ്രൂപ്പിന്റെ ഏരിയ സൂപ്പർവൈസർ. നൈസ് ടു മീറ്റ്. ഇതാരാണെന്ന് അറിയാം? ഇവളാണ് എന്റെ ഒരേ ഒരു പെങ്ങൾ നീലിമ. ഇവിടെ മെറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 മാസത്തെ കോഴ്സിന് കയറുന്നതാ. ഇവള് സിറ്റി വന്നപ്പം ഞാൻ ടൂറിലായതുകൊണ്ട് എന്നെ കണ്ടില്ല. ഇനി കഴിഞ്ഞ ഇവിടെ വരുമ്പോ ആരാണെന്ന് പറഞ്ഞിട്ട് പോട്ടെ. അപ്പൊ ഞാൻ പോട്ടെ. നിക്കേ, പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. ഞാനിപ്പോ വരാം, 1 മിനിറ്റ്. ആകെ കൂടുള്ള ഒരു പെങ്ങളാ, അതിനെ പിടിച്ച് കാമുകിയാക്കി. ദൈവമേ, എന്തെല്ലാം കള്ളക്കഥകളായി മഹാഭാവികൾ കെട്ടിച്ചവച്ചത്. എന്റെ പൊന്നു ഗുരുജി, ക്ഷമിക്ക്. വേണമെങ്കിൽ കാല് പിടിക്കാം. 100 വട്ടം ഏത്ത വിടുകയും ചെയ്യാം. താൻ കാലൊന്നും പിടിക്കില്ല, താനേ ആള് കാലുവാരിയാ. മുനിയെപ്പോലെ ഇരുന്ന കേട്ടോ, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ബൈ. നേരാണോ നീ പറഞ്ഞത്? സത്യം. ഞാൻ എത്ര നേരം ഇത് കാണാൻ തുടങ്ങിയോ? കണ്ണിന്റെ വാർത്തയാ. ഒരു കോൾ. ഏയ്, ഞാനിപ്പോ വരാം. എക്സ്ക്യൂസ് മീ, പ്ലീസ് സിറ്റ് ഡൗൺ. ഐ എം സോറി. ഞാൻ ആളറിയാതെ. ഞാനത് അപ്പോഴേ മറന്നു. മാത്രമല്ല, കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികള് ചീത്ത പറഞ്ഞാലും കേൾക്കാൻ ഒരു സുഖമുണ്ട്. വിരോധമില്ലേ? അല്പം വരെ. ഇല്ല, കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. സുഖനോട് എന്തെങ്കിലും പറയാനുണ്ടോ? വേണ്ട, ഞാൻ ചെല്ലട്ടെ. ഡേ, സോറി കേട്ടോ, റിയലി സോറി. സാരമില്ലെന്നേ. ഡേ, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അറിയാതെയാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. Come on, let's go. Hey, wait a minute. നോക്കൂ, ഐ എം സോറി. സോറി സോറി സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അബ്സല്യൂട്ട്ലി ഓൾ റൈറ്റ്. വാ. എന്താ രാഘവേട്ടാ? മനസ്സിലാണോ? ടെലഗ്രാമുണ്ട്. അവന്റെ മുത്തശ്ശിക്ക് നല്ല സുഖമില്ലെന്ന്. അയ്യോ, വളരെ വയസ്സായ സ്ത്രീയല്ലേ, വല്ലതും സംഭവിച്ചാലേ. അനി, നിനക്കൊരു ടെലിഗ്രാം ഉണ്ട്, മുത്തശ്ശിയുടെ. പേടിക്കാനൊന്നുമില്ല, അവർക്ക് നിന്നെ കാണണമെന്ന് തോന്നിക്കണം. അതാ ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പോവാണ്. നീ എങ്ങനെ പോകാൻ പോകുന്നു? ബൈക്കില്. ഞാൻ കൂടെ വരാം. ഒന്നാമത് ഈ ടെൻഷന് വണ്ടി ഓടിച്ച്. അതാ അതിന് ശരി. അതിന് നിനക്ക് ലീവ് ഉണ്ടോ? അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഡ്രസ്സ് മാറിട്ട് വരെ. വന്നേ, ഉള്ള ചായ കുടിക്കാം. എനിക്കൊന്നും വേണ്ട. 2-3 മണിക്കൂർ യാത്ര ചെയ്യാവുള്ളൂ, ക്ഷീണിക്കും. വന്നേ. എന്ത് പറ്റി മുത്തശ്ശിക്ക്? നിന്നെ നോക്കിട്ട് തന്നെ അടക്കുക അമ്മ. അടുക്കളപ്പടിയിൽ കാല് തന്നെ വീണു. നടുവിന് ഇച്ചിരി ഉളുപ്പുണ്ട്, പേടിക്കാനൊന്നുമില്ല. കുറച്ചു ദിവസം അടങ്ങി നോക്കി കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതാ ഇപ്പൊ അമ്മയ്ക്ക് വിഷമായത്. ഉടനെ നിന്നെ കാണുമെന്ന് വാശി. അച്ഛനാ? നമസ്കാരം. ഇത് സുകുമാരൻ. ഞങ്ങൾ ഒരുമിച്ചാ താമസം. ഓഹോ, ഇത്രയും ദൂരം അനിയെ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് കരുതി ഞാൻ കൂടെ പോന്ന. അതേതായാലും നന്നായി. അകത്തേക്ക് വരൂ. എന്താ മുത്തശ്ശി? അനക്കൂട്ടാ, നീ വന്നോടാ മക്കളെ. ഈശ്വര, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. അമ്മ ഒന്ന് മിണ്ടാതെ കിടന്നേ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരാക്കിത്തരും. എനിക്കൊന്നുമില്ലടാ ചെറുക്ക. 2-3 ദിവസം അടുപ്പിച്ച് കത്തിലേ കിടന്നപ്പോ ഉള്ളിലൊരു പേടി.
എന്നെ കാണാനൊക്കാണ്ട് അങ്ങോട്ടെങ്ങാനും പോകേണ്ടി വന്നാലും ആരാത്? എന്റെ കൂട്ടുകാരനാ മുത്തശ്ശി. ആന്നോ? മുത്തശ്ശിയെ കാണാൻ വന്നതാ. ഇനി വാ മക്കളെ. മുത്തശ്ശിയെ പറ്റി അനി എപ്പോഴും പറയും. കാണണമെന്ന് വലിയ ആശ ഉണ്ടായിരുന്നു. ദീപം ദീപം ദീപം. ഇനി ചേട്ടൻ മറന്നു എന്നുള്ള പരാതി വേണ്ട. ഈ ഡയറി ഫാമും പൗൾട്രി ഫാമും എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ശരിക്ക് നോക്കി നടത്താച്ചാൽ ലാഭം കൊയ്യുന്ന ഏർപ്പാടാ. ഞാനൊരിക്കലും ആലോചിച്ചതാ. പക്ഷെ എവിടെ നിന്ന് തിരിയാൻ സമയം കിട്ടണ്ടേ? അതങ്ങനെ അച്ഛന് നാട് നന്നാക്കാൻ തന്നെ സമയമില്ല. പിന്നല്ലേ പൗൾട്രി ഫാം. കേട്ടോ മിസ്റ്റർ കുമാരൻ, ഇവനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, അത്ര വിശാലമായിട്ട് ചിന്തിക്കണമെങ്കിൽ അതിനുള്ള മനസ്സും വേണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതില്ലെന്ന് വെച്ചു. എന്തുവാടാ ബഹളം? അമ്മ എന്തിനാ പെണ്ണിട്ട് വന്നത്? അയ്യോ മുത്തശ്ശി, അയ്യോ. എടാ മോനെ കൃഷ്ണൻകുട്ടി, നീ വാ പൂട്ടി മിണ്ടാണ്ടിരിക്കും. ആ കുട്ടികളൊന്നും ഉണ്ടോട്ട്. ആ കൊച്ചന് ആദ്യമായിട്ട് വീട്ടിൽ വന്നതാ. ചോറും കറിയും ഒന്നും നന്നായി കാണുകയല്ല. അതെങ്ങനാ? എവർക്ക് ഇത് വല്ലതും അറിഞ്ഞിട്ട് വേണ്ടേ? അയ്യോ, മുത്തശ്ശി എല്ലാം ഒന്നാന്തരമായിട്ടുണ്ട്. പിന്നെ മുത്തശ്ശിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് വിഷമേ ഉള്ളൂ. അതിനെന്താ, മുത്തശ്ശിയുടെ കൈപുണ്യം കൊച്ചുമോൾക്ക് കിട്ടാതെ പോവോ? അടുത്ത കാലത്തൊന്നും ഇത്ര രുചിയോടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. വെറുതെ അവളെ ഇങ്ങനെ പൊക്കി പറയാതെ. നാളെ മുതൽ അവൾ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി വെക്കും. അത് മുഴുവൻ ഞാനും അച്ഛനും ഒരു തിന്നു തീർക്കേണ്ടി വരും. അല്ലേ അച്ഛാ? ശരിയാ. സാരിയും കൊണ്ട് ഇഷ്ടപ്പെട്ടോ? ഒരു മാസമായി വാങ്ങി വെച്ചിട്ട്. ഇവന്റെ സെലക്ഷൻ. ഞാൻ സെലക്ട് ചെയ്താൽ നിനക്ക് ഇഷ്ടപ്പെടുമല്ലോ. എന്നാ ഇവനെ വെച്ചൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. സെലക്ട് ചെയ്യാനും ഭയങ്കര മിടുക്കനാ. പക്ഷെ അതിനിവൻ എന്തൊക്കെ അറിയണമെന്നോ? നിന്റെ നിറം, പൊക്കം, വണ്ണം. പിന്നെ അത് ഈ ഹാളിന് യോജിച്ച സാരിയല്ലേ വാങ്ങിക്കുന്നത്. കഴിഞ്ഞ തലമുറയിലെ കുറച്ചുപേർക്കെങ്കിലും രാജ്യത്തോട് ആത്മാർത്ഥമായ കൂറുണ്ടായിരുന്നു. ഇന്നിപ്പോഴെന്താ, കുറെ കുട്ടി നേതാക്കന്മാർക്ക് കസേരയൊക്കെ സ്വന്തം കീശ ഉറപ്പിക്കണമെന്നല്ലാണ്ട് വേറെ ചിന്തയുണ്ടോ? വന്ന് വന്ന് ജനസേവനം എന്ന് പറയുന്നത് ഒരു ഫാഷനായി. കതറ് ധരിച്ച എല്ലാം ആയി എന്നാ വിചാരം. അല്ല, ഞാനും അങ്ങനെ തന്നെ വെച്ചു. അതെ അച്ഛാ, തൽക്കാലം പ്രഭാഷണം നിർത്തിയിട്ട് സുഖൂന് എനിക്കൊന്ന് വിട്ടുതരൂ. പാവം യാത്രാക്ഷീണം കാണും. ഉറങ്ങിക്കോട്ടെ. അല്ല, സുഖുവിനും കൂടി താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് സംസാരിച്ചിരുന്നതാ. നേരം പോയത് അറിഞ്ഞില്ല. സുഖു പോയി കിടന്നോളൂ. ഞാനും കിടക്കാം. മതിച്ചോ? അയ്യോ, കടുകട്ടിയ. ഞാൻ കരുതിയത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ലാത്തിയടി വീരൻ എന്റെ തൊണ്ടപ്പടിയെന്നാ. ഇതതിനെ കടത്തി വെട്ടി. സൗകര്യമായിട്ടൊരു ഇരയെ വീണ് വിടുവോ? ആനി ഉണ്ടോടാ അപ്പുറത്ത്? എന്തോ? ഒന്നിങ്ങോട്ട് വാ. ആ വരുന്നോ? മുത്തശ്ശിയാ ഇവിടെ എന്നാ? ഇനി മുത്തശ്ശിയും കൂടെ സൈക്കിൾ അയ്യോ, ഞാനില്ല. സാരി ഇഷ്ടപ്പെട്ടോ?